കുവൈത്തിൽ കപ്പൽ അപകടത്തിൽ കാണാതായ കണ്ണൂർ സ്വദേശിയായ യുവാവിനെ കുറിച്ചോർത്ത വലിയ ബുദ്ധിമുട്ടിലും മാനസിക സമ്മർദ്ദത്തിലും കുടുംബം കഴിയുന്ന വാർത്ത കുറച്ചുമുമ്പ് മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചേരുന്നു. എവിടെയാണ് അമൽ എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരം കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ട് അവർക്കുണ്ട്. നമ്മൾ നേരത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായി സംസാരിച്ചു. അദ്ദേഹം എംബസിയുമായി സംസാരിക്കാം എന്ന് ഉറപ്പ് വീണ്ടും നൽകി. അദ്ദേഹം ഒരിക്കൽ സംസാരിച്ചതാണ്, ഉറപ്പ് നൽകിയാണ് അപ്പോൾ ആ ടെലിഫോൺ ബന്ധം വിച്ഛേദിച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീ സുരേഷ് ഗോപി, അങ്ങ് അതിൽ ആശയവിനിമയം നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങേക്ക് പങ്കുവെക്കാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഞാനിപ്പോ കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡറുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിന് ഇവിടുന്ന് ചെന്ന് സാമ്പിളിംഗ് എല്ലാം കിട്ടി. അത് അവിടെ കുവൈറ്റ് ഇന്റീരിയർ മിനിസ്ട്രിയിൽ കൊടുത്തിരിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാനഡയാണെങ്കിലും അമേരിക്ക ഒഴിച്ച് മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഒരു കാലതാമസമുണ്ട്. ഫോറൻസിക്കുമായി ബന്ധപ്പെട്ട് ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം, ഇങ്ങനെയുള്ള അൺനാച്ചുറൽ ഡെത്ത്, ഇങ്ങനെയുള്ള കേസസ് വരുമ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അത്രയും തരത്തിലുള്ള ഡിലേ അവരുടെ ഭാഗത്തു നിന്നുണ്ട്. അതിന് അവരെ കുറ്റം പറയാനൊക്കത്തില്ല. ഇത് ഇന്ത്യൻ പൗരന്മാരുടെ ഒരു വിഷയമായതുകൊണ്ട്, അവരുടെ രാജ്യത്തുള്ള പൗരന്മാരുടേതല്ലാത്തത് കൊണ്ട് അവരത് ഒരു ഫുൾ പ്രൂഫ് ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്, ഷ്യൂറിറ്റി എല്ലാം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് കൈമാറുകയുള്ളൂ. അപ്പോ നമ്മൾ സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അവരത് ക്രോസ് മാച്ച് ചെയ്ത് ടാഗ് ചെയ്ത് നമുക്ക് തരുന്നതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇതിനെ സംബന്ധിച്ച് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, ശ്രീ കീർത്തിവർദ്ധൻ, അദ്ദേഹം നേരിട്ട് ഇന്ത്യയിലെ കുവൈറ്റ് അംബാസിഡറുമായിട്ട് നേരിട്ട് സംസാരിച്ച് ഇത് ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് എന്നാണ് എനിക്കിപ്പോ കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ എന്നെ അറിയിച്ചിരിക്കുന്നത്. ഞാൻ ഈ വിവരം കുടുംബക്കാരെ ഉടനെ വിളിച്ചറിയിക്കണം. ഒരു 2 ദിവസം 3 ദിവസം കൂടുമ്പോഴുള്ള അപ്ഡേറ്റ് അവർക്ക് കൊടുക്കണമെന്നുള്ളത് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്റെ മിനിസ്ട്രി അല്ലാത്തതുകൊണ്ട് എനിക്ക് നിർദ്ദേശിക്കാനൊക്കത്തില്ല. ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അത് ചെയ്യുമെന്നാണ് എന്റെ വിചാരം. അദ്ദേഹം ഇപ്പൊ തന്നെ കുടുംബത്തിനെ വിളിക്കും, എല്ലാ കാര്യങ്ങളും അറിയിക്കും. നമുക്കിത് മറ്റ് രാജ്യത്തായതുകൊണ്ട് ലോ ഓഫ് ദാറ്റ് ലാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ബാധകമാണ്. നമ്മളത് ശിരസ വഹിച്ചേ മതിയാവൂ. അതിന് എന്തെങ്കിലും വിപ്ലവാത്മകമായ മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാൻ സാധിക്കും. ശരി, വളരെയധികം നന്ദി ശ്രീ സുരേഷ് ഗോപി. അങ്ങ് എത്രയും പെട്ടെന്ന് അതിൽ ഇടപെടൽ നടത്തി കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡറുമായി സംസാരിച്ചു. കുടുംബത്തെ എത്രയും പെട്ടെന്ന് അറിയിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വളരെയധികം നന്ദി. ഈ വാർത്തയിൽ ഇടപെട്ടതിനും ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത ഞങ്ങളോട് പങ്കുവെച്ച് നൽകിയതിനും വളരെയധികം നന്ദി.